ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ പള്ളി പോകാൻ വേണ്ടി എഴുന്നേറ്റാണ്. 6:30 എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാവിലെ കൂടുതലാണെന്ന് തോന്നുന്നു. രാത്രി കുറവാണെന്ന് തോന്നുന്നു. 5 മണി 5:30 5:45 ആകുമ്പോഴത്തേനും നല്ലപോലെ നേരം വെളുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 7th ഫ്ലോറിൽ നോക്കിയുള്ള വ്യൂ. ഞങ്ങൾ 7th ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ കുഞ്ഞ് ഗാർഡൻ എന്ന് പറയുന്നത്. ഗാർഡൻ ഇത് ഇല ടൈപ്പുള്ള പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഫ്ലവേഴ്സിൻ്റെ ആട്ടോ. അപ്പോൾ അത് മുട്ട് വിരിയുന്നതും പൂവായി മാറുന്നതും കാണാൻ നല്ല രസമല്ലേ. ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ പൊതുവേ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു കാപ്പി മാത്രം ഇട്ട് കുടിച്ചിട്ട് പള്ളിയിൽ പോകാറുള്ളൂ കേട്ടോ. അങ്ങനെ കാപ്പുളി പരിപാടിയെല്ലാം ചെറിയ കുളിയൊക്കെ പാസ്സാക്കി റെഡിയായി പള്ളിയിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പള്ളിയിലേക്ക് ഒരു 10-20 മിനിറ്റ് ഉണ്ട്. പക്ഷേ ഞായറാഴ്ചയാണ്, മോർണിംഗ് ഒക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പള്ളിയിലേക്ക് ചെല്ലാം. ഇവിടുത്തെ ഞങ്ങൾ പോകുന്ന പള്ളിയുടെ പേര് ഹോളി ട്രിനിറ്റി ഓർത്തഡോക്സ് ചർച്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കട്ടുള്ളത് മനസ്സിലാവും. ഇതാണ് പള്ളി. ശരിക്കും ഇത് പള്ളി പണിതുകൊണ്ടിരിക്കുക കേട്ടോ. താഴെ വെച്ചിട്ടായിരുന്നു നേരത്തെ കുർബാനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം മുകളിലേക്ക് മാറ്റി. അങ്ങനെ പള്ളിയിലെ കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാ ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് പാലപ്പവും വെജിറ്റബിൾ കറിയും പിന്നെ ചെറിയൊരു കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ കേഴയായിരുന്നു കേട്ടോ മേടിച്ച് കഷ്ണം മീൻ. അപ്പോൾ അത് കറി വെച്ചു. പിന്നെ മോര് കറി വെച്ചു. മോരും മീനും ഉണ്ടെങ്കിൽ പിന്നെ കപ്പയില്ലാണ്ട് എന്ത് ഫുഡല്ലേ മലയാളികൾക്ക്. അപ്പോൾ കപ്പ ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച്. ഇനി അല്ലാതെ വേവിച്ച് വരുമ്പോൾ ലേറ്റ് ആവും. പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കപ്പ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കപ്പ വേവിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കപ്പ മോര് മീൻകറി എന്ന് പറയുമ്പോൾ എന്താ അന്തസ്സല്ലേ. ഓഹോ, കറിയും കപ്പയും മോരുകറിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ചോറും ഒക്കെ ഉണ്ട് വയറൊക്കെ നിറഞ്ഞ്. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ നെത്തോലി മേടിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ വീട്ടിൽ നെത്തോലി എന്ന് പറയുന്നത് ഇച്ചാൻ്റെ സൈഡ് തിരുവല്ല സൈഡ് ചൂടാന്ന് കേട്ടോ പറയുന്നത്. നിങ്ങളുടെയൊക്കെ എവിടെ പറയുന്നത് വെച്ച് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഷോപ്പിംഗ് നല്ല കിച്ചണിലേക്കുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ കടയിൽ വന്ന് വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളവിടെ നേരെ പോയത് ചായ കുടിക്കാമെന്ന് കരുതി. ഈവനിങ് ആയപ്പോൾ ചായ ഒരു മസ്റ്റായ കാര്യമാണല്ലോ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഏത്തയ്ക്കാപ്പവും ബജ്ജിയും അങ്ങനെ എന്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. പോകുന്ന വഴിക്കാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു നഴ്സറി കണ്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിൻ്റെ ഒക്കെ. അപ്പോൾ അവിടെ കയറി എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളുള്ള ചെടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 1-2 പൂക്കളുള്ള ചെടി മേടിക്കാമെന്ന് കരുതി. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഷോർട്സാക്കി ഇടുന്നതായിരിക്കും. അങ്ങനെ പ്ലാന്റ്സും ഒക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പോയത് ഫുഡ് മേടിക്കാനാട്ടോ. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ കൈരളി മുത്തശ്ശി ഈറ്റില്ലോ എന്നൊക്കെ പറഞ്ഞ് മലയാളി റെസ്റ്റോറൻറ്റ്സാണ്. നല്ല അത്യാവശ്യം ടേസ്റ്റി ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.